അഹ്മദ് ബിൻ ഹംബൽ എത്ര കാലം മർദ്ദിക്കപ്പെട്ടു, അവസാനം വിജയം ഉണ്ടായില്ലേ? സത്യത്തിൽ നിലകൊള്ളുക, അവർക്ക് ഈ ലോകവും പരലോകവും അവരെ കൂടെയിരിക്കും. ലോകം മുഴുവനും അവർ വാഴ്ത്തും. അന്ന് ഇബ്രാഹിം നബിക്ക് ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഇബ്രാഹിം നബിയെ മാതൃകയാക്കണം എന്ന് മിമ്പറുകളിലും അല്ലാത്ത വേദികളിലും പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആൾക്കാർ. അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഹക്കിൽ നിലനിന്നാൽ അവരാണ് ചരിത്രത്തിൽ ഇടം ഉള്ളവർ. എന്നാൽ അന്ന് അഹ്മദ് ബിൻ ഹംബലിനെ എതിർത്തവർ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അന്ന് ഇബ്രാഹിം നബിനെ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ നമ്രൂദിനെ പറ്റി നന്നാക്കി ആരെങ്കിലും പറയുമോ? സത്യത്തിൻ്റെ എതിരാളികളെ സമൂഹം ചവറ്റുകൊട്ടയിലേക്ക് എറിയുക. അവർ ഈ ലോകത്തൊന്നുമല്ല. ഒറ്റ കാര്യം കൂടി പറയണം അവസാനം, ഒറ്റ കാര്യം. എന്താണെന്നറിയാം, നിങ്ങൾ വേറൊരു പാഠം എന്താണെന്നറിയും. ഇതൊന്നും ഈ തിന്മയ്ക്കെതിരെ നമ്മൾ നിൽക്കുമ്പോൾ ഇത് മുസ്ലിങ്ങളുടെ എന്തോ ഒരു അജണ്ടയാണെന്ന് വിചാരിക്കേണ്ടത്. ഇത് പൊതുവായ എല്ലാവരുടെയും ഗുണമാണിത്. എല്ലാവരും സമൂഹത്തിൽ തിന്മ വ്യാപിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. അതില്ലാതിരിക്കണം. ഇവിടെ ഇസ്ലാം നടത്തുന്നവർ വാസ്തവത്തിൽ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്നവർ വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ സംരക്ഷകരാണ് ശരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് മാത്രം ഞാൻ ഓതാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അങ്ങനെ ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. വമാ ഖാന റബ്ബുക ലി യുഹ്ലിക്കൽ ഖുറ, ഒരു നാട്ടിനെയും നിന്റെ റബ്ബ് നശിപ്പിക്കുകയില്ല ബിളുൽമിൻ, അവർ ചെയ്ത ളുൽമ് കൊണ്ട്. വഅഹ്ലുഹ മുസ്ലിമൂൻ, അതിൽ ആൾക്കാർ ഇസ്ലാം നടത്തുന്നുണ്ടെങ്കിൽ, സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവരെ പൊതുവായ ശിക്ഷക്കുള്ള വിധേയമാക്കൂലെന്ന്. അപ്പോൾ പൊതുശിക്ഷ കിട്ടാതിരിക്കാൻ അതിൽ മുസ്ലിം അല്ലാത്തവരൊക്കെ വരില്ല. അവർക്കൊരു പൊതുശിക്ഷ കിട്ടാതിരിക്കാൻ അവർക്കിടയിൽ നന്മ കൽപ്പിക്കുന്നവരുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു നാട്ടിൽ സമൂഹത്തിൻ്റെ തിന്മകളെ എതിർക്കുന്നവരുണ്ടെങ്കിൽ ആ നാടിൻ്റെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ അവർക്കെതിരെ തിരിയലല്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ഇസ്ലാഹിൻ്റെ ആൾക്കാരാവണമെന്നേ പറയാനുള്ളൂ.